ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സലാല ട്രിപ്പിലെ ഇന്നത്തെ 3rd ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ പോകുന്ന സ്ഥലത്തെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. ഇന്നലത്തെ പോലെയല്ല, ഇന്ന് കുറച്ചധികം സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ രാവിലെ 7:30 ആകുമ്പോൾ ഞങ്ങളുടെ അടുത്ത് റൂമിൻ്റെ താഴെ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വണ്ടി കറക്റ്റ് ആ ഒരു സമയത്ത് തന്നെ വന്നേ. ബസ് വന്ന് ബസ്സിൽ കയറി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ പരിപാടി ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് വാദി ദർബാദ് പോകുന്നുണ്ട്, പിന്നെ ഒരു സിൻഹോള്, അതേപോലെ ജബൽ സംഹാൻ, പിന്നെ ഇന്നത്തെ ലഞ്ചും പാക്കേജിലുള്ളത് തന്നെയാണ്. അത് കഴിഞ്ഞ് ആൻറ്റി ഗ്രാവിറ്റി പോയിന്റ്, പിന്നെ അതേപോലെ ജബൽ അയ്യൂബ്, ഇതൊക്കെയാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഇതിൽ ഇന്ന് എന്തൊക്കെ കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ അറിയാമല്ലോ, അവിടെ കുറച്ചധികം ടൈം ചിലപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഇവരിങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഓരോ ദിവസത്തേക്ക് കാണുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ പോണ വഴിയൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ചില സ്ഥലങ്ങളൊക്കെ എത്തുമ്പോൾ ശരിക്കും നാട്ടിലെത്തിയ ഒരു ഫീലാണ് കേട്ടോ. രണ്ട് ഭാഗം ഫുള്ള് തെങ്ങാണ്. ഇതിപ്പോൾ കോക്കനട്ട് സ്ട്രീറ്റിൽ കൂടെയാണ് കേട്ടോ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സലാലയിൽ നോക്കുകയാണെങ്കിൽ കുറേ സ്ഥലം ഇങ്ങനെ വെറുതെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു മരങ്ങളും ഉണ്ടാവില്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ മാത്രമാണ് ഈ തെങ്ങും, പക്ഷേ ഈത്തപ്പനകൾ കുറവാണ്. പിന്നെ കുറേ ഒട്ടകങ്ങളുണ്ട്. ഈ ഒരു ഏരിയ ഫുള്ള് അതേ ഇങ്ങനെ വെറുതെ കിടക്കുകയാണ് കേട്ടോ. കുറേ സ്ഥലം ഇവിടെ ഫുള്ള് ഇങ്ങനെ പച്ചപ്പായിരിക്കും ചിലപ്പോൾ ആ ഒരു വിൻ്റർ സമയത്തായിരുന്നെങ്കിൽ. ഇപ്പോൾ ഇതേ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ അതേ പള്ളികൾ കാണാം കേട്ടോ. ഇന്നിപ്പോൾ ആദ്യം പോണത് വാദി ദർബാദാണ്. അപ്പോൾ അവിടെ എത്താറായപ്പോൾ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ മലകളാണ്. അപ്പം ഇനി അവിടെ എത്തിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ. ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് നോക്കി, സമ്മർ ആയതുകൊണ്ട് ആ ഒരു വെയിലത്ത് നിന്നൊക്കെ ഇങ്ങനെ കരിഞ്ഞുണങ്ങി നിൽക്കുകയാണ് കേട്ടോ. നല്ല പച്ചപ്പൊക്കെ ആകുമ്പോൾ എന്ത് അടിപൊളിയായിരിക്കും അല്ലേ കാണാനായിട്ട്. പിന്നെ ഒട്ടകത്തിന് ഒരു കുറവുമില്ല കേട്ടോ, എവിടെ പോയാലും കാണാൻ പറ്റും. വാദി ദർബാദ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ബസ്സിൽ അനൗൺസ് ചെയ്തു കേട്ടോ, എന്നുവെച്ചാൽ മൈക്കൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ്. അപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും ഓരോ പാക്ക് തരും. അപ്പോൾ ഇത്ര സമയമാണ് ഇവിടെ തന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂർ എന്തോ ആയിരുന്നു ഇവിടെ വാദി ദർബാദിൽ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പിന്നെ ഇവിടെ മെയിനായിട്ടൊരു ബോട്ടിംഗ് ആണ്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് തിരിച്ച് ബസ്സിൽ വന്ന് കയറണം. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 2 പൊറോട്ടയും പിന്നെ മുട്ടക്കറിയായിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാനാണ്. പക്ഷേ നല്ല വെയിലുണ്ട്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇരുന്നൊന്ന് കഴിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാൻ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഫുഡ് കയ്യിൽ കിട്ടി കഴിഞ്ഞപ്പോൾ ഇനി ഇത് എവിടെ ഇരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല തണലുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ വന്നിരുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടാൽ തന്നെ അറിയാം കേട്ടോ. നല്ല തണുപ്പുള്ള സമയത്ത് ഇവിടെ ദേ ഇങ്ങനെ ചൂടലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ ഒരു ഹോട്ടൽ പോലത്തെ എന്തോ ഒരു ഇങ്ങനെ കഫേ പോലത്തെ സംഭവമാണ്. അതിൻ്റെയൊക്കെ ഇതോടെ കാണുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു ഫ്രീസറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കയ്യിൽ കുടയുള്ളതുകൊണ്ട് പിന്നെ വെയിലിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ. അപ്പം ഇനി നേരെ ബോട്ടിങ്ങിനാണ് പോണത്. അപ്പോൾ അവിടുത്തെ വിശേഷം ഒന്ന് എന്തോ ഭാഗ്യത്തിനാണ് ബാഗിൽ കുടയൊക്കെ എടുത്ത് വെച്ചത്. എനിക്ക് പാക്കേജിൽ സംസാരിക്കുമല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുടയൊക്കെ എടുത്ത് വെച്ചോ, നല്ല വെയിലൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് പിന്നെ അതെടുത്തു. അപ്പോൾ അതേ ഞങ്ങൾക്ക് പോകാനുള്ളൊരു ബോട്ട്. അപ്പോൾ ഞങ്ങൾ 4 പേര് കപ്പിൾസ് ആയിട്ടാണ് കേട്ടോ പോണത്. ഈ ഒരു ബോട്ടിൽ ഞാനും ചേട്ടനാണ് കേട്ടോ ഫ്രണ്ടിലിരിക്കുന്നത്. ചേട്ടനാണ് ബോട്ട് ഓടിക്കുന്നത്. ബാക്കിൽ പിന്നെ ഒരു കപ്പിൾസ് കൂടെ ഉണ്ട്. വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ അധികം അങ്ങനെ താഴ്ചയൊന്നും തോന്നണില്ല. നല്ല ക്ലിയർ ആണ് കേട്ടോ വെള്ളം. ഇത് ചെറിയ പിള്ളേർക്ക് വേണമെങ്കിൽ ഓടിക്കാം കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കുക. പിന്നെ ബ്രേക്കൊക്കെ ഉണ്ട്. ചേട്ടനൊരു കാർ ഓടിക്കണ പോലെയാണ്. ബോട്ടായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്ര സമയം ഉണ്ട് കേട്ടോ, 1/2 മണിക്കൂറിനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ അവരവിടെ നിന്ന് വിളിച്ചാൽ നമ്മൾ തിരിച്ച് അതേപോലെ തന്നെ പോകണം. ഞങ്ങളിതൊരു ഒരറ്റം വരെ പോയിട്ട് ഒന്ന് കറങ്ങി അടച്ച് വരാനാണ് കേട്ടോ പ്ലാൻ. ഈ ബോട്ടാണെങ്കിൽ കുറേ അങ്ങോട്ട് സൈഡിലേക്ക് ചേർന്ന് പോകാൻ പറ്റില്ല. അവിടെ പിന്നെ പുല്ലും ചെടികളൊക്കെയാണ്. ബോട്ട് അതിൻ്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ബോട്ടൊന്ന് വലിച്ചു നീക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ വരേണ്ടി വരും. പിന്നെ ഇതേ പോണ വഴിക്ക് ഇങ്ങനെ ഒട്ടകങ്ങളൊക്കെ വന്ന് വെള്ളം കുടിക്കുക, പിന്നെ കുറേ കിളികളൊക്കെ കാണുന്നുണ്ട്. കിളിക്കൂട് ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ ഒരു ആളുകളെയാണ്, ഈ നിൽക്കുന്ന ഒട്ടകങ്ങൾ. പിന്നെ ഇവിടെ അതേ വലുതാക്കി ഇങ്ങനെ വാദി ദർബാദ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു റൗണ്ട് ഒന്ന് കറങ്ങി തിരിച്ചെത്താറായിട്ടുണ്ട്.
അങ്ങനെ പിന്നെ അവിടെയൊക്കെ കറങ്ങി പിന്നെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ ഇങ്ങനെ കുറച്ച് നേരം ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് പോണത് ജബൽ സംഹാനാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇതാണ് സലാല ജബൽ സംഹാൻ വ്യൂ പോയിന്റ്. നല്ല വെയിലത്തായിരുന്നു ഇവിടെ എത്തിയത്, നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ കയ്യിൽ കൊടയുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, കുറച്ചങ്ങോട്ട് നടക്കാണ്ടെന്ന് മനസ്സിലായിട്ട് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ പിന്നെ അറിയാമല്ലോ, അടിപൊളിയാണ്. ഇവിടെ മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെ ബീച്ചുണ്ട്, പിന്നെ മുകളിൽ നിന്നുള്ള വ്യൂ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ മെയിൻ. ഞങ്ങളിതേ നടന്ന് വരുമ്പോൾ തന്നെ ഒരു ഒട്ടകം ഇങ്ങനെ വഴിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ അങ്ങനെ ആരുമില്ല, അതിങ്ങനെ എന്തോ വഴിതെറ്റി വന്ന് ഇവിടെ നിൽക്കുകയാണ്. ഞങ്ങളൊക്കെ കണ്ട് അതാരും നിൽപ്പാണ്. ആളാണെങ്കിൽ ഒന്നും ചെയ്യണമൊന്നുമില്ല. അടുത്ത് നിന്ന് ആളുകൾ ഇങ്ങനെ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് തൊട്ടടുത്ത് നിന്നിട്ടൊക്കെ. അടുത്തേക്ക് പോകാൻ എനിക്ക് പേടിയായി, എന്നാൽ അകലെ നിന്നൊരു വീഡിയോ ഒക്കെ എടുത്തു. ഈ വെയിലത്ത് ഇവിടെ നടന്നെത്തി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കാനോ കഴിക്കാനോ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിച്ച് വരുമ്പോഴാണ് കേട്ടോ ഇവിടെ ദേ മാങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കണ്ടത് ഞാവൽപ്പഴം. കുറേ നാളായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാവൽപ്പഴം കഴിച്ചിട്ട്, നാട്ടിലുള്ള സമയത്ത് കഴിച്ചേക്കുന്നതാണ്. അപ്പോൾ പിന്നെ എന്തായാലും എല്ലാവരും അത് തന്നെയാണ് കേട്ടോ വാങ്ങിക്കുന്നത്. പെട്ടെന്ന് ഈ മാങ്ങയുടെ ഒക്കെ ഇരിക്കണ കണ്ടപ്പോൾ മുന്തിരിയാന്ന് കേട്ടോ വിചാരിച്ചേ. പിന്നെ അടുത്തേക്ക് വന്നപ്പോഴാണ് മുന്തിരിയല്ല ഈ ഞാവൽപ്പഴം. അപ്പോൾ ചോദിക്കുമ്പോഴാണ് ഇതിവിടെ ഉണ്ടായതാണ്. അപ്പോൾ എല്ലാവരും ഞാവൽപ്പഴം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഒരു ഞാവൽപ്പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്. ഞാവൽപ്പഴം അല്ലത് കുറെ കാലത്തിന് ശേഷമാണ്. ഇനി അടുത്തത് പോകുന്നത് ഇന്നലെ ഡേ 2 ഇന്നലെ ഒരു സ്ഥലം കാണാൻ മിസ്സായിട്ടുണ്ടായിരുന്നു, ഒരു പ്രൈവറ്റ് ഫാം. അപ്പോൾ അവിടേക്കാണ് കേട്ടോ ഇനി പോകുന്നത്. കണ്ടില്ലേ, പോകുന്ന വഴിയിൽ ഫുള്ള് ഇങ്ങനെ വാഴക്കൃഷിയാണ്. അപ്പോൾ ആ ഒരു ഫാമിലേക്കാണ് കേട്ടോ ഇനി കൊണ്ടുപോകുന്നത്. ഞാനിപ്പോൾ ഒരു 2 വർഷമായിട്ടുണ്ട് കേട്ടോ നാട്ടിൽ പോയിട്ട്. പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ ശരിക്കും അത്ഭുതമാണ്. ശരിക്കും നാട്ടിലെത്തിയ പോലെ 2 സൈഡിൽ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവുമല്ലോ, ഫുള്ള് തെങ്ങായിട്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഫ്രൂട്ട്സ് ആയിട്ട് അങ്ങനെ വെറൈറ്റി സംഭവങ്ങളൊന്നുമല്ല, നമ്മൾ നാട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ. സപ്പോട്ട, പിന്നെ ഫിഗിൻ്റെ മരം ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ അനാറ്. ഇതൊക്കെ നമുക്ക് സാധാരണ നാട്ടിലുള്ള മരങ്ങളാണല്ലോ, നമുക്ക് എല്ലായിടത്തും ഉണ്ടാവുന്നതാണ്. ഞങ്ങളുടെ കൂടെയാണെങ്കിൽ കുറച്ച് പുറത്തുള്ള ആളുകളുണ്ടായിരുന്നു, ഫിലിപ്പീൻസൊക്കെ. അപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതം കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ. ഇവിടെ മെയിനായിട്ട് കുറേ തെങ്ങുകളുണ്ട്, പിന്നെ അതേപോലെ വാഴ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ സൈഡിലായിട്ട് കോവയ്ക്കൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ മത്തങ്ങ, പടവലങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടില്ല, പക്ഷെ അതൊക്കെ നട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ അങ്ങനെ കവുങ്ങ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കാണുന്നത് ഫുള്ള് വെറ്റിലയാണ്, വെറ്റിലക്കൊടിയാണ്. ഇവിടെ ചെറിയൊരു നഴ്സറിയാണ്. അപ്പോൾ മുന്തിരി ചെടി, പിന്നെ വേറെ എന്തൊക്കെയോ കുറേ ചെടികൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, മരങ്ങൾ. പറമ്പിലൊക്കെ ചാടി നടന്ന് എൻ്റെ ചെരുപ്പ് ചെറുതായിട്ടൊന്ന് പൊട്ടി. അപ്പോൾ പിന്നെ ഞങ്ങൾ കൂടുതൽ നടക്കാൻ പോയില്ല. പിന്നെ അപ്പോഴേക്കും ഞങ്ങൾക്കുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു, അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ആ ഒരു ഫാമിൽ തന്നെ ഒരു ആളുടെ റൂമിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നത്. ഇന്നിപ്പോൾ ഫ്രൈഡ് റൈസാണ്, ചിക്കൻ ഫ്രൈഡ് റൈസാണ്. കാണാനൊക്കെ ഭംഗിയുണ്ട്, പക്ഷേ അങ്ങോട്ട് ഇറങ്ങണില്ല. ഈ 2 ദിവസത്തെ ഫുഡിൽ കുറച്ച് ഞങ്ങൾക്കൊരു അത്ര ഇഷ്ടമാവാതിരുന്നത് ഈ ഒരു ഫ്രൈഡ് റൈസ് മാത്രമാണ്. പിന്നെ അതേ ഇവിടെ ഫിഗൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ സമയം ഒരു 3 മണി ആയിട്ടുണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ പുറത്ത്, നല്ല ചൂടുണ്ട്. അവിടെ നിന്ന് പിന്നെ നേരെ വന്നേക്കുന്നത് ഇവിടുത്തെ ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു പള്ളിയിലേക്കാണ്. പിന്നെ ആ ഭാഗത്തേക്ക് അധികം ഞങ്ങൾ പോയില്ല കേട്ടോ, അങ്ങനെ ഫോട്ടോ ഒന്നും അവിടെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ ദേ ഇവിടെ കരിമ്പൻ ജ്യൂസൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ നല്ല ചൂടല്ലേ, അപ്പോൾ അവിടെ നിന്നൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്.
ഈ ഒരു സമയമാണ്. പിന്നെ അതേപോലെ നടന്ന് വരുമ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഉപ്പിലിട്ടതും പിന്നെ ഇങ്ങനത്തെ ജ്യൂസൊക്കെ ഐറ്റംസ് ഉള്ളതുകൊണ്ട് നമ്മളത് കുടിച്ചിട്ട് പിന്നെ ഇങ്ങനെ നടക്കണോണ്ട് അധികം അങ്ങനെ ക്ഷീണം തോന്നണില്ല. ഇപ്പോൾ സമയം ഒരു 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും പോണത് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഞങ്ങളൊരു സൂക്കിലേക്കാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഇവിടെ ദേ പോണ വഴിയിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഒട്ടകത്തിൻ്റെ കുട്ടീനെ എത്ര അടുത്ത് കാണുന്നത്. സൂക്കിലെത്തിയപ്പോൾ ഞങ്ങളുടെ കഷ്ടകാലം എന്ന് പറയാമല്ലോ, നടന്നെത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവിടെ അടച്ചേക്കാണ്. ഈദ് ഹോളിഡേയ്സ് ആയിട്ട് എല്ലാം ക്ലോസ്ഡ് ആണ്. എന്നാൽ പിന്നെ വന്നതല്ലേ എന്ന് വെച്ചിട്ട് ഞങ്ങൾ എല്ലാ കടകളിലും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. പക്ഷെ എല്ലാം ക്ലോസ്ഡ് ആണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന കടകളൊക്കെ അടഞ്ഞെടുക്കുകയാണ്. പിന്നെ ഇവിടെ കുറച്ചിങ്ങനെ ഹണി, പിന്നെ ഒരു കഫേ മാത്രമാണ് ആകെ തുറന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് പേര് പിന്നെ അവിടെ പോയിട്ടോ എന്തോ കോഫി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഞങ്ങൾ പിന്നെ കയറിയില്ല, ജസ്റ്റ് അവിടെയൊക്കെ നിന്നൊന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോരാണ്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ആണെങ്കിൽ കുറച്ച് സ്വീറ്റ്സ്, കോഫി അങ്ങനത്തെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഒന്നും അവിടെ നിന്ന് അങ്ങനെ വാങ്ങിച്ചില്ല. അടുത്താണെങ്കിൽ ഒരു ബീച്ച് ഉണ്ട്. ഇനി ഈ ഒരു ടൈമിൽ ബീച്ചിലേക്ക് പോകാമെന്ന് പറയുന്നത് എളുപ്പമല്ല ഈ ഒരു ചൂടത്ത്. അങ്ങനെ നേരെ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇവിടെ വന്നിട്ട് പാക്കേജിൽ 2 ദിവസത്തെ രാത്രി ഫുഡ് നല്ലതായിരുന്നു. എന്നുവെച്ചാൽ റൈസ്, പിന്നെ ചിക്കൻ കറി, പൊറോട്ട അങ്ങനെയൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറിയപ്പോൾ നല്ല ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഷോപ്പിങ്ങിനെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയേക്കാണ്. അപ്പോൾ ഒമാൻ ഹൽവ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹൽവ കിട്ടുന്ന കടയിൽ വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നല്ലോ കുറേ ഫ്രൂട്ട്സൊക്കെ ആയിട്ടുള്ള ഒരു കട. അപ്പോൾ അവിടെ ഒന്ന് കയറിയേക്കാണ്. അപ്പോൾ 1-2 സാധനങ്ങൾ കൂടെ കഴിക്കാണ്ടായിരുന്നേ. പഴുത്ത ചക്ക കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, പിന്നെ എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ പപ്പായ, നല്ല പഴുത്ത പപ്പായ ഉണ്ടായിരുന്നു. എനിക്കിവിടെ ഇഷ്ടമായത് ചാമ്പയ്ക്കാണ്. നോക്കുമ്പോൾ അതിൽ കുറച്ച് കേടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നല്ലത് നോക്കിയിട്ട് അതിൽ നിന്ന് വേഗം കുറച്ച് ചാമ്പയ്ക്ക് എടുത്തു. പിന്നെ അതേ പപ്പായ കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് 3rd ഡേയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കൂടെ ഉണ്ട് കേട്ടോ, നമ്മൾ ലാസ്റ്റ് ഡേയുടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. ബൈ ഡിയേഴ്സ്.